സമയം ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കെട്ടിയവനാണ് ഇവിടെ ഫോണിൽ എന്തോ നോക്കി നിൽക്കുകയാണ്. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഡേ ആണ്. കാര്യം എന്താ വെച്ചാൽ വീട്ടിലേക്ക് ഇന്ന് പോവാണ്. വീട്ടിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമാണല്ലോ, ആസ് യൂഷ്വൽ വീട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ എനിക്ക് വലിയ ഫുഡൊന്നും വേണ്ട, എനിക്ക് നൈസായിട്ടുള്ള എന്തെങ്കിലും മതി, ചോറും ചമ്മന്തിയൊക്കെ മതിയെന്ന്. ഓൾറെഡി മന്തിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ വെറുതെ എനിക്ക് സാധാ നോർമൽ ഫുഡ് മതി എന്നാണ് പറഞ്ഞത്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതൊന്ന് ആറിട്ട് കഴിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇതൊന്നും കെട്ടുകയും ചെയ്യില്ല. പിന്നെ അതുകൊണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ ആറിട്ട് കഴിഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞാൽ ഭയങ്കര ഗൗരവക്കാരനാണ് കേട്ടോ. ഇന്ന് വരില്ല കേട്ടോ, ഇന്ന് വരില്ല. അയ്യടാ ലൂക്ക ബായ്, ലാട്ടാൻ പോട്ടെ, ടാറ്റതാ. ഒന്ന് പ്ലീസ് ഒന്ന് ടാറ്റ തരുമോ? ലൂക്ക ബായ്. നമ്മൾ പോവുകയാണല്ലേ. അപ്പോൾ ഗെറ്റ് റെഡി. ഓക്കെ ഓക്കെ, കയറൂ. ബൈ ലൂക്ക, ബൈ ബൈ ലൂക്ക. ലൂക്ക ഇല്ലല്ലോ, പോയി അവിടെ നോക്കുന്നു. ലൂക്ക സാറിന് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടുന്ന് ചിപ്സ് വാങ്ങണം കേട്ടോ. ഇപ്പോൾ ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അവിടുന്ന് ചിപ്സ് വാങ്ങുകയാണ്. കുറേ കേട്ടോ, വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയും പറഞ്ഞ്. കാര്യം എന്താ വെച്ചാൽ ഭയങ്കര വിലയാണ് ചിപ്സിന്. അതുകൊണ്ട് വളരെ കുറച്ച് മതി എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി. സ്കാനർ ഒന്നും കൂടെ എടുക്കുമോ? പാറ അങ്ങോട്ട് ചെല്ലും, അല്ലെങ്കിൽ അല്ലേ വേണ്ട. വാങ്ങിയത് ഇത്രയേ വാങ്ങിയിട്ടുള്ളൂ ഗൈസ്, ഇതൊക്കെ മതി. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തി. വാ, സ്വീകരിക്കാൻ അമ്മമ്മ അച്ഛമ്മ ഇല്ല. കല്യാണത്തിന് എൻഗേജ്മെൻറ്റിന് അല്ലേ, അതൊരു വിഷമം. കയറി ചെല്ലുമ്പോൾ അമ്മനെ കണ്ടില്ലൊരു സങ്കടം. നാത്തൂനെ, യെസ്, നാത്തൂനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയ കറികളൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഉണ്ടാക്കി. ഉള്ളിപ്പേരി കഴിക്കാനായോ? നല്ല വിശപ്പുണ്ട്. എല്ലാം കൊണ്ടച്ച് സെറ്റാ. ഓക്കെ, ലൈറ്റ് ഇട്. പൊട്ടുവോ? യെസ്, ഉള്ളിപ്പേരി, ചമ്മന്തി. കൈ കഴിയില്ല കേട്ടോ, ഒന്നും തൊടുന്നില്ല. ഓ, പയറ് തോരൻ, ദാറ്റ്സ് ഓൾ. ഓംപ്ലേറ്റ് ഇല്ലേ? യെസ്, ഓംപ്ലേറ്റും കൂടി ഉണ്ടെങ്കിൽ യെസ്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഒരു പിടുത്തം പിടിക്കല്ലേ പറസേ? പിടിക്കോ? ഓ പീലി, നിങ്ങൾ എന്താ കഴിച്ചേ? മന്തിയായിരുന്നു മോളെ. ഇതെന്താണ് സാധനം? മൈസൂർ പാക്ക്. അവനടുത്തായി മക്കൾക്ക് പൊതിയുമായി അമ്മ വന്നു. കല്യാണ വീട്ടിലെ സാധനങ്ങളുമായി. എനിക്ക് മൈസൂർ പാക്ക് മതി. സോനേച്ചി ഇത് കൊടുക്ക്. ഓഹരി വെച്ച് കൊടുക്കുന്നു അമ്മ. പിന്നെ ഞങ്ങളൊരു ബുക്ക് സ്റ്റാളിൽ പോയിട്ടോ. പാറക്കുട്ടിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൽ. ഫസ്റ്റ് അവൾക്കായിരുന്നു, ക്ലാസ്സിലെ ഫസ്റ്റ് അവളാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ അമ്മയും ഞാനും കൂടി പോയതായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ എന്തോ വല്ലാത്തൊരു തോന്നും കേട്ടോ. പക്ഷേ ഞാൻ എല്ലാം ആസ്വദിക്കുകയുള്ളൂ. ഇവിടെ ചെന്നപ്പോൾ ഈ അമ്മ ഞാൻ പറഞ്ഞു, പാറക്കുട്ടി ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങിയാൽ മതി അമ്മ, കുറഞ്ഞ റേറ്റിൻ്റെ മതി പറഞ്ഞു. ഇതാട്ടോ വാങ്ങിയത്. ഇതിന് മുന്നേ മറ്റേതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു, പക്ഷേ അവളെടുത്ത് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് എൻ്റെ ഫ്രണ്ട് ജാസ്മിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അബാക്കസ് ഫസ്റ്റ് കിട്ടിയപ്പോൾ. ഇപ്പോൾ ഇത് അങ്ങനെ വീടെത്തിക്കഴിഞ്ഞ് പാറക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് അമ്മമ്മ പറഞ്ഞു കേട്ടോ. അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹാവ് താങ്ക് യു പറഞ്ഞു ഉമ്മ കൊടുക്കുന്നു. അത് പൊട്ടിച്ച് തുറക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവളാണെങ്കിൽ സ്ലോയിൽ ഞാൻ പറഞ്ഞു പെട്ടെന്നൊന്ന് പൊട്ടിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇവളിത് കണ്ടപ്പോണ്ടല്ലോ എമ്മാതിരി സന്തോഷം. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവൾക്ക് അത്രയും ഇത് മാറുന്നില്ല. ഇഷ്ടപ്പെട്ടിട്ട് അവൾക്ക് അങ്ങനത്തെ സാധനത്തോട് ഭയങ്കര ഇഷ്ടം. പിന്നെ ഉമ്മ കൊടുക്കുക.
പാറക്കുട്ടിക്ക് ഇതുവരെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മാറിയിട്ടില്ല കേട്ടോ ബുക്കിൻ്റെ. എന്തായാലും പൊളി സാധനം തന്നെയാണ് അമ്മമ്മ ഗിഫ്റ്റ് കൊടുത്തത്. അവൾ ഭയങ്കര ഹാപ്പിയായി. മതി. ഗ്ലേസിംഗ് ഉണ്ട് ഈ ഗോൾഡൻ കളർ ഫുഡ് ഉപ്മാവാണ് കേട്ടോ. ഞാൻ ഉപ്മാവ് മതി എന്ന് പറഞ്ഞതാണ്. എനിക്കെൻ്റെ നാത്തും വെച്ച ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഒരു ഉപ്മാവ് മതി പറഞ്ഞതാണ്. ഓക്കെ സെറ്റ്.